കൂട്ടിനായി ആനയും പന്നിയും, കൂട്ടിനായി ആനയും പന്നിയും ഹിരം കഴിഞ്ഞ് കാലങ്ങളായി. ഫണ്ടവിടെ സർക്കാര്, ഫണ്ടവിടെ സർക്കാര്, കോടികൾ കഴിയും നവകേരളത്തിന്. ഞങ്ങൾക്കിവിടെ വിലയില്ലേ, ഞങ്ങളുടെ കണ്ണീർ കാണുന്നില്ലേ, ഞങ്ങളുടെ ജീവൻ വനത്തിനുള്ളിൽ. നവകിരണം പദ്ധതിയുടെ ഭാഗമായി വനം വകുപ്പിന് ഭൂമി നൽകിയ കുടുംബങ്ങൾക്ക് 5 വർഷമായിട്ടും പണം ലഭിക്കാത്തതിനെതിരെ പ്രതിഷേധം ശക്തമായി. ഇതിന്റെ ഭാഗമായി രാവിലെ 11 മണിയോടെ ശനിയാഴ്ച നിലമ്പൂർ വനം നോർത്ത് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. മാർച്ച് വനംവകുപ്പ് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. തുടർന്ന് സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. ചാലിയാർ പഞ്ചായത്തിലെ പോക്കോട്, വടക്കേ പേരുമുണ്ട, താണിപ്പൊയിൽ, ചിരിയംകുത്ത് മേഖലകളിൽ നിന്നുള്ള 64 കുടുംബങ്ങളാണ് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. വനാതിർത്തിയോട് ചേർന്ന് സ്ഥലങ്ങൾ നവകിരണം പദ്ധതിയുടെ ഭാഗമായി വനംവകുപ്പ് ഏറ്റെടുത്തതാണ്. ഒരു കുടുംബത്തിന് 15 ലക്ഷം രൂപ വീതം നൽകാമെന്ന ഉറപ്പിലാണ് 2021 കുടുംബങ്ങൾ ഭൂമി കൈമാറിയത്. എന്നാൽ 5 വർഷമായിട്ടും പണം ലഭിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. ആദ്യഘട്ടത്തിൽ ഭൂമി നൽകിയ ഏതാനും കുടുംബങ്ങൾക്കു മാത്രമാണ് പണം ലഭിച്ചതെന്നും ശേഷിക്കുന്നവർക്ക് ഫണ്ടില്ലെന്നും മറുപടിയാണ് ലഭിക്കുന്നതെന്നും പ്രതിഷേധകർ ആരോപിക്കുന്നു. ഞങ്ങളവിടുന്ന് ഒഴിവാക്കണം, ഫോറസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം. ഞങ്ങൾക്ക് വേറെ ഒരു വീട് വാങ്ങിയിട്ട് താമസിക്കണം. അവിടെ നിൽക്കാൻ കഴിയില്ല. അവിടെ നിൽക്കാൻ കഴിയില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനയും പന്നീൻ്റെയും ശല്യങ്ങൾ ഒരുപാടാണ്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഞങ്ങളെ അവിടുന്ന് ഒഴിവാക്കി വിടണം. അവര് പറയുന്നത് എന്താ വെച്ചാൽ ഫണ്ടില്ല, അവിടുന്ന് ഒഴിവാക്കാനും പറ്റൂല, ഫണ്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് ഫണ്ട് കിട്ടാതെ എവിടെ പോകാനും, ഇവിടെ വാടകയ്ക്ക് പൈസ കൊടുക്കാനില്ല, വാടക കൊടുക്കാനും കഴിയില്ല. ഞങ്ങൾ മക്കളെ വീട്ടിലൊക്കെയാണ് പോയി താമസിക്കുന്നത്. പന്നേങ്കാട് നിന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്നിട്ട് ആന ചവിട്ടിക്കൊന്നും ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കില്ല. ഫോറസ്റ്റുകാർ പൈസ തരില്ല, ആരും ഒന്നും തരില്ല. ഞങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഞങ്ങൾക്ക് വയ്യാത്ത ആൾക്കാരും പെട്ടെന്നൊരു പനി വന്നാൽ ഒരു വണ്ടിക്കാരും ഞങ്ങൾക്ക് അങ്ങോട്ട് വരുന്നില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ ഞങ്ങൾക്ക് പറയും ആനല്ലേ അവിടെ, ആനല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് വല്ല കഴിച്ചിലായി പോകണം. ഞങ്ങൾക്ക് സർക്കാർ ഞങ്ങൾക്ക് അതിന് വേറെ നടപടി എടുത്ത് തരണം. അല്ലാതെ ഞങ്ങൾക്ക് ഒരു അവിടെ നിന്ന് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അല്ലാതെ എന്താ ചെയ്യുന്നത്? ആന ഭയങ്കരമായിട്ടാണ് ശല്യം. ഞങ്ങൾക്ക് രാത്രി 7 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് അവിടെ ആന രാത്രിയൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്തൊരു അവസ്ഥയായി പോയി. ഞങ്ങൾ അങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഭൂമി കൈമാറിയതോടെ വിവിധ സർക്കാർ ആനുകൂല്യങ്ങളും നഷ്ടമായ അവസ്ഥയാണെന്ന് കുടുംബങ്ങൾ പറയുന്നു. അടിയന്തരമായി തങ്ങളുടെ ഭൂമിയുടെ പണം അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അവിടെ എൻ്റെ മകളെ 2 പേരക്കുട്ടികളുണ്ട്. മകൾക്ക് ഭർത്താവുമില്ല. ആ കുട്ടികൾ എനിക്ക് വികലാംഗനാണ്, ഞാൻ വികലാംഗനാണ്. നടക്കാനടക്കം വയ്യ. ആനേനെ കണ്ടിട്ട് പേടിച്ചിട്ട് ഓടാനടക്കം വയ്യ. എൻ്റെ കുട്ടികളെ ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാൻ വയ്യാതായി. പണിക്കും പോകാൻ പറ്റണില്ല. ആകെ ബുദ്ധിമുട്ടായി. ഞങ്ങളുടെ 4-5 കുടുംബങ്ങളേ ഉള്ളൂ. 7 കുടുംബമുണ്ട് മൊത്തം. കുറേ വാടകയ്ക്ക് പോയി. പിന്നെ ഞങ്ങൾ വാടകയ്ക്ക് പോകാനില്ല, നിവർത്തിയില്ല, ഒരു വഴിയില്ല. എങ്ങനെയും ഇതൊന്ന് രക്ഷപ്പെടുത്തി തരണം സാർമാരെ. ഞങ്ങളെ വീട് ഫോറസ്റ്റിൻ്റെ നടുക്കാണ്. ഞങ്ങൾക്ക് ഒരു 4 പുറം ഫോറസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് പോകാനൊന്നും വയ്യ. ഞങ്ങൾ ഈ ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ 2021 എഴുതി കൊടുത്തതാണ്. എന്നിട്ട് ഞങ്ങൾ പിന്നെ മക്കൾക്ക് ഡിപ്പെൻഡൻസി വേണമോന്ന്, അതായത് ആശ്രിത സർട്ടിഫിക്കറ്റ്. മക്കൾ നമ്മളെ ആശ്രയിച്ച് ഒരിക്കലും ജീവിച്ചില്ല. 45-50 വയസ്സായ മക്കളെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കില്ല. അതുകൊണ്ട് ഞങ്ങളത് കുറേ കാലം, ഇത്രയും കാലം ഞങ്ങൾ കാട്ടുന്നു. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറയേണ്ടത്. ഞങ്ങളെ മീറ്റിംഗ്, ഒരു റീജിയണൽ മീറ്റിങ്ങൊക്കെ എപ്പോഴും വിളിച്ചിട്ടാണല്ലോ. ഞങ്ങളെല്ലാവരും വിളിച്ച് കാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടൂല, നിങ്ങളെ കുട്ടികൾക്ക് കിട്ടൂല, നിങ്ങൾ വാങ്ങിക്കോളിന്ന് ഒരു വാക്കോല് പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. ഈ ചാനൽ ന്യൂസ്, നിലമ്പൂർ.
കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി, മെയിൻ റോഡ് താനൂർ.